ബഹിരാകാശത്ത് നിന്ന് സോവിയറ്റ് യൂണിയനിലെ നിലയത്തിലേക്കെത്തിയ ആ വാക്കുകളിലൂടെ പുതിയൊരു ചരിത്രം പിറക്കുകയായിരുന്നു. ഭൂമിയുടെ അതിരുകളും കടന്ന് ശൂന്യാകാശത്തിൻ്റെ അന്തർധാരയിലേക്കെത്തിയ ആദ്യത്തെ വനിതയുടേതായിരുന്നു ആ സന്ദേശം. ഒരു സ്ത്രീ ആദ്യമായി ബഹിരാകാശത്ത് പറന്നു നടന്നത് സോവിയറ്റ് യൂണിയനിലെയും യൂറോപ്പിലെയും വീടുകളിലിരുന്ന് ലക്ഷക്കണക്കിന് മനുഷ്യർ TV-യിൽ കണ്ടു. ഒറ്റയ്ക്ക് 3 ദിവസം ബഹിരാകാശത്ത് കഴിഞ്ഞ ആ പെൺകുട്ടി ഒരു വൈമാനികയോ ശാസ്ത്രജ്ഞയോ ഒന്നുമായിരുന്നില്ല. ഫാക്ടറി തൊഴിലാളിയായിരുന്ന ഒരു സാധാരണക്കാരി. ലോകത്തിൻ്റെ പല ഭാഗത്തും സ്ത്രീകൾ വീടിന് പുറത്തിറങ്ങാനോ വിദ്യാഭ്യാസം നേടാനോ പോലും അവകാശമില്ലായിരുന്ന 1960കളുടെ തുടക്ക കാലഘട്ടത്തിലായിരുന്നു ഈ ചരിത്ര സംഭവം. സുനിത വില്യംസിനും കൽപ്പന ചൗളയ്ക്കുമെല്ലാം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വോസ്റ്റാക് 6 വാഹനത്തിൽ ബഹിരാകാശത്തിൽ സ്വപ്നങ്ങൾ വെട്ടിയിറക്കാനിറങ്ങിയ 26-കാരിയുടെ പേര് വാലന്റീന തെരഷ്കോവ. 1937 മാർച്ച് 6 റഷ്യയിലെ മാസ്ലെനിക്കോവ എന്ന സ്ഥലത്ത് ഒരു കർഷക കുടുംബത്തിലാണ് വാലന്റീന തെരഷ്കോവ ജനിച്ചത്. അവളുടെ പിതാവ് ഒരു ട്രാക്ടർ ഡ്രൈവറും മാതാവ് നെയ്ത്തു തൊഴിലാളിയുമായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത പിതാവ് വാലന്റീനയ്ക്ക് 2 വയസ്സുള്ളപ്പോൾ യുദ്ധഭൂമിയിൽ വെച്ച് കൊല്ലപ്പെട്ടു. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം വാലന്റീനയും അമ്മയെ സഹായിക്കാനായി നെയ്ത്ത് ഫാക്ടറിയിൽ ജോലിക്ക് പോയിരുന്നു. ജോലിക്കൊപ്പം പഠനവും തുടർന്ന് ഫാക്ടറി ജോലികൾക്കിടയിൽ ആകാശത്തോട് വല്ലാത്ത പ്രണയമായിരുന്നു വാലന്റീനയ്ക്ക്. സ്വാഭാവികമായും ആ പ്രണയം അവളെ ഒരു പാരഷൂട്ടിങ്ങിലേക്ക് എത്തിച്ചു. അമ്മയറിയാതെ വീടിനുള്ളിൽ പാരഷൂട്ടിംഗ് ക്ലബ്ബ് ചേർന്ന് പരിശീലനം നേടി. സുഹൃത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ആദ്യമായി ക്ലബ്ബിലെത്തിയതെങ്കിലും ആദ്യ ചാട്ടത്തിൽ ആകാശത്തിൽ നിന്നുള്ള വോൾഗ നദിയുടെ കാഴ്ച അവളെ കീഴ്പ്പെടുത്തിക്കളഞ്ഞു. ആകാശത്തു നിന്നുള്ള ചാട്ടം ഹരമായി മാറിയ വാലന്റീന ചെറിയ പ്രായത്തിൽ തന്നെ 100-ലേറെ തവണ പാരഷൂട്ടിൽ ചാടി. രാത്രിയിൽ പോലും വോൾഗ നദിക്ക് മുകളിലെ ആകാശത്തിൽ നിന്ന് ചാടി അവൾ എല്ലാവരെയും വിസ്മയിപ്പിച്ചു. ഇതിനിടയിൽ സോവിയറ്റ് പാർട്ടിയുടെ യുവജന വിഭാഗമായ കമ്മ്യൂണിസ്റ്റ് യൂത്ത് വിങ്ങിൽ ചേരുകയും അതിൻ്റെ പ്രായോഗിക ഘടകത്തിൻ്റെ സെക്രട്ടറി ആവുകയും ചെയ്തു. യൂറി ഗഗറിനിലൂടെ മനുഷ്യനെ ആദ്യമായി ബഹിരാകാശത്തേക്ക് എത്തിച്ച അമേരിക്കയുമായുള്ള ബഹിരാകാശ യുദ്ധത്തിൽ ഒരുപാട് മുൻപന്തിയിൽ എത്തി നിൽക്കുകയായിരുന്നു അന്ന് സോവിയറ്റ് യൂണിയൻ. ഗാഗറിൻ്റെ ബഹിരാകാശ യാത്ര സോവിയറ്റ് നാട്ടിലെ എല്ലാ മനുഷ്യരെയും വലിയ രീതിയിൽ സ്വാധീനിച്ചിരുന്നു. ഭൂമിക്കപ്പുറമുള്ള സ്വപ്നങ്ങൾ കുട്ടികളിലും യുവാക്കളിലുമെല്ലാം ഒരു ഹരമായി മാറുന്ന കാലം. ഇനി ഒരു വനിതയെ ബഹിരാകാശത്തേക്ക് അയക്കാൻ സോവിയറ്റ് യൂണിയൻ തീരുമാനിക്കുന്നു. 1961 പ്രഖ്യാപിച്ച പദ്ധതിയുടെ ചുമതലയേക്കാൻ സാക്ഷാൽ യൂറി ഗഗാറിൻ സോവിയറ്റ് ചീഫ് ഡിസൈനർ സെർഗെ ചുമതലയേറ്റു. 1963 ചെയ്ത പദ്ധതികളിലേക്ക് വനിതാ സഞ്ചാരികളെ കണ്ടെത്തുവാനും അവർക്ക് ആവശ്യമായ പരിശീലനം നൽകാനും നടപടികൾ ആരംഭിച്ചു. 30 വയസ്സിൽ താഴെ പ്രായമുള്ള 70 കിലോയിൽ താഴെ ഭാരമുള്ള സ്ത്രീകൾക്കായിരുന്നു അപേക്ഷിക്കാനുള്ള അവസരങ്ങൾ. ഇന്നേ വരെ ഒരു സ്ത്രീയും പോയിട്ടില്ലാത്ത അപകടം നിറഞ്ഞ ബഹിരാകാശ യാത്രയ്ക്കായി 400 സോവിയറ്റ് യുവതികളാണ് അപേക്ഷ നൽകിയത്. നിരന്തരമായ പരീക്ഷകളും വിലയിരുത്തലുകൾക്കുമൊടുവിൽ 1962 ഫെബ്രുവരിയിൽ 5 പേരുടെ പട്ടിക തയ്യാറായി. ഇവരിൽ വാലന്റീനയെ ഒഴിച്ചുള്ള 4 പേരും ബിരുദ പഠനവും സാങ്കേതിക വിദ്യാഭ്യാസവും പൂർത്തിയാക്കിയവരുമായിരുന്നു. കഠിനമായ പരിശീലനങ്ങളോടുകൂടിയായിരുന്നു പിന്നീടുള്ള നാളുകൾ. ബഹിരാകാശത്ത് അവരെല്ലാം നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളെല്ലാം കൃത്യമായി സൃഷ്ടിച്ച് പരിശീലനം നൽകി വന്നു. ഈ ഘട്ടങ്ങളിലെല്ലാം അവർക്ക് പിന്തുണയും ആവേശവുമായി യൂറി ഗഗാറിനും ഒപ്പമുണ്ടായിരുന്നു. സൈന്യ വ്യോമസേന ഉൾപ്പെടെയുള്ള അവർക്ക് സഹായത്തിനെത്തി. തുടർന്ന് 5 പേരിൽ നിന്നും വാലന്റീന തെരഷ്കോവ എന്നിവരെ അന്തിമ ദൗത്യത്തിനായി തെരഞ്ഞെടുത്തു. അക്കാലത്ത് കോസ്മോനോട്ടുകൾ ബഹിരാകാശത്ത് നിന്ന് തിരിച്ചു ഭൂമിയിലേക്ക് എത്തുന്നത് സെക്കൻഡുകൾക്ക് മുമ്പിൽ അവരുടെ ക്യാപ്സ്യൂളിൽ നിന്ന് പാരഷൂട്ടിൽ ഇറങ്ങണമായിരുന്നു. ദൗത്യത്തിന് ഏറെ നിർണായകമായ ഭാഗമായിരുന്നു ഇത്. ഇതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് അവരുടെ ജീവൻ അപകടത്തിലാക്കുമായിരുന്നു. സ്വാഭാവികമായും പാരഷൂട്ടിങ്ങിലും സ്കൈ ഡ്രൈവിങ്ങിലും വാലന്റീനയ്ക്കുണ്ടായ മുൻ പരിചയം ഏജൻസി പരിഗണിച്ചു. മുൻ സോവിയറ്റ് രക്തസാക്ഷിയായ കർഷകൻ്റെ മകളെന്നും ഫാക്ടറി തൊഴിലാളി എന്ന പശ്ചാത്തലവും വാലന്റീനയെ തിരഞ്ഞെടുക്കുന്നതിൽ ഘടകമായി. അവർ തന്നെയാണ് ഉചിതമായ വ്യക്തിയെന്ന് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഭരണാധികാരി നികിത ക്രൂഷ്ചേവും വിലയിരുത്തി. വോസ്റ്റാക് 5-6 പെട്ടകങ്ങളിൽ നിന്ന് ഒന്നിനു പിറകെ ഒന്നായി വാലന്റീന തെരഷ്കോവ ആകാശത്തേക്ക് അയക്കാനൊരുങ്ങുകയാണ്. പിന്നീട് ആ തീരുമാനം മാറ്റുകയും വോസ്റ്റോക്ക് 5-ൽ വലേറി എന്ന പുരുഷ സഞ്ചാരിയെയും വോസ്റ്റോക്ക് 6-ൽ വാലന്റീന തെരഷ്കോവയെയും അയക്കാൻ തീരുമാനിക്കുന്നു. 1963 ജൂൺ 16 കാസ്കസ്ഥാനിലെ ബൈക്കന്നൂർ കോസ്മോഡ്രാമിൽ നിന്ന് വോസ്റ്റാക് 6
അന്ന് 26-കാരിയായിരുന്ന വാലന്റീനയുമായി ബഹിരാകാശത്തേക്ക് കുതിച്ചുയർന്നു. ആർപ്പുവിളികളോടെ ഒരു നാട് മുഴുവൻ അവളെ അകലങ്ങളിലേക്ക് യാത്രയാക്കി. വാലന്റീനയുടെ റേഡിയോ സൈനായി നിൽക്കുന്നത് സീഗൾ എന്ന വാക്കായിരുന്നു. വിജയകരമായി വിക്ഷേപണം നടത്തിയതിനു പിന്നാലെ വാലന്റീനയുടെ ആദ്യ സന്ദേശം ഭൂമിയിലേക്കെത്തി. 3 ദിവസത്തോളം, കൃത്യമായി പറഞ്ഞാൽ 70 മണിക്കൂറോളം 12 മിനിറ്റും അവർ ഒറ്റയ്ക്ക് ബഹിരാകാശത്ത് ചിലവഴിച്ചു. ഇത് അമേരിക്കയുടെ ദൗത്യത്തിലെ മുഴുവൻ അസ്ട്രോണുകളും കൂടെ ആകെ ചിലവഴിച്ചതിനേക്കാൾ കൂടുതലായിരുന്നു. വൈക്കോവിക്സും ടോവാസ്കും 5ഉം മറ്റൊരു ഓർബിറ്റിലായിരുന്നു. ദൗത്യത്തിൻ്റെ 2ാം ദിവസം 20 വാഹനങ്ങളും 3 മൈലോളം അടുത്തു വന്നെങ്കിലും തങ്ങൾക്ക് അന്ന് പരസ്പരം കാണാൻ സാധിച്ചില്ലെന്ന് ഇവർ പിന്നീട് പറഞ്ഞു. വോസ്റ്റാക് 6-ൽ വാലന്റീന 49 തവണ ഭൂമിയെ ചുറ്റി. അതിനിടയിൽ ക്രൂഷ്ചേവുമായി അവർ സംസാരിച്ചിരുന്നു. ഇരുവരുടെയും സംസാരം സോവിയറ്റ് യൂണിയനിലടക്കം ടിവിയിലും സംപ്രേഷണം ചെയ്തിരുന്നു. ഭൂമിയുടെയും ശൂന്യാകാശത്തിൻ്റെയും നിരവധി ചിത്രങ്ങളും ഇതിനിടയിൽ വാലന്റീന പകർത്തി. 1963 ജൂൺ 19 വോസ്റ്റാക് 6 ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചെത്തി. 20,000 അടി ഉയരത്തിലെത്തിയപ്പോൾ വാലന്റീന പാരച്യൂട്ടിൽ ഭൂമിയിലേക്ക് കുതിച്ചെത്തി. ആൾട്ടായി മേഖലയിലിറങ്ങിയ അവരെ ഗ്രാമീണർ ഓടിയെത്തി പാരച്യൂട്ടിൽ നിന്ന് ഇറക്കാൻ സഹായിച്ചു. രാജ്യത്തിൻ്റെ വീരപുത്രിക്ക് സ്വപ്നതുല്യമായ സ്വീകരണമായിരുന്നു സോവിയറ്റ് നാട് ഒരുക്കി വെച്ചിരുന്നത്. മോസ്കോയിൽ 10,000 ഒത്തുകൂടി. ഹീറോ ഓഫ് സോവിയറ്റ് യൂണിയൻ, ഓർഡർ ഓഫ് ലൈനിൽ തുടങ്ങിയ പരമോന്നതമായ പുരസ്കാരങ്ങൾ സമ്മാനിക്കപ്പെട്ടു. കൂട്ടത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട സമ്മാനവും വാലന്റീനയ്ക്കായി രാജ്യം കാത്തുവച്ചിരുന്നു. യുദ്ധത്തിൽ തൻ്റെ അച്ഛൻ മരിച്ചു വീണയിടം കണ്ടെത്തിത്തരാമെന്ന് അവർ നേരത്തെ സർക്കാരിനോട് അഭ്യർത്ഥിച്ചിരുന്നു. അത് അംഗീകരിച്ച സർക്കാർ ആ സ്ഥലം കണ്ടെത്തി അവിടെ ഒരു സ്മാരകം തീർത്തു. ട്രാക്ടർ ഡ്രൈവറായിരുന്ന തൻ്റെ പ്രിയപ്പെട്ട അച്ഛന് വേണ്ടി മകൾ ചക്രവാളങ്ങൾ താങ്ങിവന്ന് നക്ഷത്രങ്ങൾക്കൊപ്പം തിളങ്ങി. വാലന്റീനയുടെ പ്രശസ്തി സോവിയറ്റ് നാടും കടന്നു പോയിരുന്നു. പിന്നീട് അവർ നിരവധി വിദേശയാത്രകൾ നടത്തി. അന്താരാഷ്ട്ര വേദികളിൽ സോവിയറ്റ് യൂണിയൻ്റെ മുഖമായി മാറി. വൈകാതെ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുകയും ചെയ്തു. ഭൂമിയുടെ അങ്ങേയറ്റത്തെ ഒരു വനിതയുടെ നേട്ടം ഇങ്ങ് ഇന്ത്യയെയും കേരളത്തെയും ആവേശം കൊള്ളിച്ചു. ബഹിരാകാശ വനിത എന്ന തലക്കെട്ടിൽ പിറ്റേ ദിവസം മാതൃഭൂമി വൈകാരികമായ ഒരു എഡിറ്റോറിയൽ എഴുതി. അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതി എസ് രാധാകൃഷ്ണൻ ക്രൂഷ്ചേവിനെയും അഭിനന്ദിച്ച് സന്ദേശമയച്ചു. വാലന്റീനയുടെ ശബ്ദം ആകാശവാണി സംപ്രേഷണം ചെയ്തു. ബഹിരാകാശത്ത് പിന്നീട് ഒരിക്കലും പോയില്ലെങ്കിലും യൂറി ഗഗാറിൻ ബഹിരാകാശ പരിശീലന കേന്ദ്രത്തിൽ ട്രെയിനറായി ജോലിയിൽ പ്രവേശിച്ചു. 2 ബഹിരാകാശ യാത്രികർ വിവാഹിതരാകുന്ന അത്യപൂർവമായ ഒരു കാഴ്ചയും അക്കാലത്ത് ലോകം സാക്ഷിയായി. ബഹിരാകാശ യാത്രികനായ നിക്കോളയും വാലന്റീനയും തമ്മിലുള്ള വിവാഹം ചരിത്രം സാക്ഷിയാവുന്നതുപോലെ നടത്തുകയും ചെയ്തു.